ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ നമുക്ക് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി മാവ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മാവ് അടിച്ചു വെച്ചപ്പോൾ പൊന്താത്തതിനായിരുന്നു എനിക്ക് പരാതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൊന്തിയതിനാണ് പരാതി. പൊന്തിയിട്ട് കവിഞ്ഞു പോയി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അടിയിൽ അല്ലെങ്കിൽ പാത്രം വെക്കുന്നതാണ്. ഇത് പാത്രം വെച്ചില്ല. അതേ ഓരോന്നോരോന്നായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി തുടക്കട്ടെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ട് എനിക്ക് പൊങ്ങാത്തതിനുള്ള പരാതിയാണെങ്കിൽ ഇന്ന് കൂടുതൽ പൊങ്ങിപ്പോയ എൻ്റെ പരാതിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഭയങ്കര തണവായിരുന്നല്ലോ, മഞ്ഞുകാലമായിരുന്നതുകൊണ്ട് തന്നെ തീരെ പൊന്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യം അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് ചെറിയ പാത്രത്തിലാണ് വെച്ചത്. പക്ഷെ എന്നാലും ഇത്രയും പൊന്തേണ്ട കാര്യം ഉണ്ടായില്ല. എന്നാലും കുറച്ച് പൊന്തിപ്പോയി. കൈയോടെ തന്നെ സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടോ. പിന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാണ്. ഉപ്പിട്ട ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടാ. അതിന് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു. അപ്പോൾ തന്നെ സുക്രു എൻ്റെ കൂടെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വലിയ കാര്യത്തിന് ഭക്ഷണം അവൻ വയറ് നിറച്ചുകൊണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വിശക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അവന് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി വേണോ സുക്രു എന്ന് വെച്ചപ്പോൾ അവന് ഇഡ്ഡലി വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദോശ ഒരെണ്ണം അങ്ങനെ തന്നെ അങ്ങോട്ട് ചുട്ട് കൊടുത്തു കേട്ടോ. ആളവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുമ്പി സൂചിച്ചാടണമെന്ന് എണീറ്റിട്ടില്ല കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ എന്തിനാണോ ഈ ഡാൻസ് കളിച്ച് പോകണം. അപ്പം നമ്മുടെ TV കാത്തൂൻ്റെ പാട്ടുണ്ട് കേട്ടോ. അതിന് ഒരു ഈണത്തിന് പോയതാണ് കേട്ടോ. അതാണ് അങ്ങനത്തെ ഒരു ഈണത്തിൽ അങ്ങനെ പോയതാണ്. അതൊക്കെ പോട്ടെ. പിന്നെന്തുട്ടാ, അങ്ങനെ ദോശ ഇങ്ങനെ കീറി കൊടുക്കുകയാണ്. അപ്പോൾ അവന് കീറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കീറി കൊടുത്തു. അപ്പം ഞാൻ നേരെ പല്ലേക്കാനായിട്ട് പോയിട്ടാണ്. പല്ലൊന്നും തേച്ചിട്ടില്ല. പല്ലേക്കാനായിട്ട് പോയപ്പോഴാണ് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ വെള്ളമൊക്കെ തെറിച്ചിട്ട് ആകെ കൂടി നശിച്ച് കിടക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോടെ തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കഴുകലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ടില്ലേ, കടലാസം കൊണ്ട് അടിച്ചാൽ മതി കേട്ടോ. നമ്മൾ തുണി സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ തേക്കണേലും നല്ല അടിപൊളിയായിട്ട് കടലാസ് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെരേക്കൊന്ന് തുടച്ചിട്ടു. കാരണം ഇന്നലെ വൈകുന്നേരം ആങ്ങളെയും പെങ്ങളും കൂടെ ഭയങ്കര കളിയായിരുന്നു. പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൈയോടെ തന്നെ തുടച്ചു വെച്ചു. പിന്നെ നേരെ പോയി കുളിച്ചു, ഭഗവാന് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ ഒരു മനസ്സമാധാനമാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും അമ്പലത്തിൽ പോവാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും. അങ്ങനെ മുടിയൊന്നും ഈരില്ല, എനിക്ക് പണ്ടേ ഇല്ല കേട്ടോ. മുടി ഈരി ഒതുക്കുക എന്നുള്ള കാര്യം എനിക്ക് ഇഷ്ടമില്ല. ഹലോ, നമ്മുടെ ഫ്രണ്ടിലില്ലേ നിറയെ റോസ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നിറയെ റോസപ്പൂക്കളുണ്ട്. സുഹൃത്തുന്ന കഴിഞ്ഞാ ഇവിടെ ഇതാണ് നമ്മുടെ റോസാ ചെടികൾ. ഒന്ന് വെള്ള കളറും ഒന്ന് റെഡ് കളറും നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഹലോ, എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പം അതും ദോശയാണ് ഇന്ന് രാവിലെ. അതേപോലെ തന്നെ സൂചിയാണ് കൊണ്ടുപോകാനായിട്ട് ബീഫ് കറിയും. പിന്നെ ഞാൻ മുരിങ്ങാക്കോല്, തക്കാളി, പിന്നെ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടൊരു പരിപ്പൊക്കെ ഇട്ടിട്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് കറി ഇന്നലെ രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. വൈകുന്നേരം ഉണ്ടാക്കിയ ഒഴിച്ചുകറി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടാൽ മതി. ചോറ് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയാണ്. അപ്പോൾ ചോറൊക്കെ എല്ലാം ചൂടാക്കി കൊടുത്തു വിട്ടാൽ മതി. വേറെ പണികളൊന്നുമില്ല. അപ്പോൾ തുമ്പിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദോശ ചുടുക, മറിക്കുക, തിന്നുക, അത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രക്ക് ദോശ ചുടുന്ന വീഡിയോ ഞാൻ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. കുറേക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അപ്പം ചേട്ടന് കൊടുത്ത് അനിയത്തി എണീറ്റ് വന്നപ്പോൾ അനിയത്തിക്കും കൊടുത്തു കേട്ടോ. രണ്ടുപേർക്കും ദോശ ഇഷ്ടമാണ്, ദൈവം സഹായിച്ച്. അങ്ങനെ പിന്നെ സുക്രുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടാണ് ഞാനല്ല, സുധിച്ചേട്ടൻ. പിന്നെ നമ്മൾ ഇന്നലെ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. ക്യാമറ പിടിച്ചുകൊണ്ട് ഇടത്തേക്ക് ഇങ്ങോട്ട് കൈ പിടിച്ച് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ബീഫ് വരുമോ ഞാൻ വരില്ല എന്നുള്ള ഒറ്റ വാശിയിൽ ഇങ്ങനെ നിൽക്കണമായിരുന്നു. അതിനുശേഷം ഞാൻ തോറ്റ് പിൻവാങ്ങി ക്യാമറ ഓഫ് ചെയ്ത് ഇളക്കി കൊടുത്തു. അതിനുശേഷം പരിപ്പും മുരിങ്ങാക്കോലും ചക്കക്കുരും കൂടി ഇട്ടിട്ടൊരു ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ചൂടാക്കിയെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കാന്താരി മുളക് ഉപ്പിലിട്ടതും അതേപോലെ തന്നെ അച്ചാറൊക്കെ വെച്ചിട്ട് സുധിച്ചേട്ടന് കൊടുത്തയക്കാണ്. ഈ ബീഫും പിന്നെ ആ ഒരു മുരിങ്ങാക്കോല് സംഭവമൊക്കെ ആയിട്ട് സുധിച്ചേട്ടന് കൊടുത്തു വിടാണ് കേട്ടോ.
സുചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പരിപ്പില് കുമ്പളങ്ങ, മാങ്ങ, തക്കാളി, മുരിങ്ങാക്കോല്, ഏറ്റവും ഇഷ്ടം മറ്റേ ചക്കക്കുരു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായില്ല, ഇപ്പോൾ ഇഷ്ടപ്പെട്ട് വരുന്നു. ചക്കക്കുരു എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ വീണ്ടും ദോശ വീണ്ടും ചുടുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ സുക്രുവിന് ദോശ കൊടുത്തു. രണ്ടാമത് ഇനി ദോശ വേണ്ട, കുറച്ച് നേരത്തെ കഴിച്ചല്ലോ, അപ്പോൾ അവന് ചോക്കോസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ശ്രുതിക്കും കൂടിയിട്ടുള്ള ദോശയാണ് കേട്ടോ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുക്രുവിന് ചോക്കോസിനുള്ള പാലൊക്കെ തിളപ്പിച്ചൊരു പാത്രത്തിലോട്ടാക്കി. ഇവന് ചോക്കോസ് എന്ന് പറയണത് ഇതിലിട്ടിട്ട് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളൂ, ഫ്ലേവറുള്ള പാല് കുടിക്കും. ഈ ചോക്കോസ് അങ്ങനെ തിന്നണത് കാണില്ല. അപ്പം ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ, വെറുതെ അത് കളയണ്ടല്ലോ. അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ ആ ഒരു പാലിൽ വിടുന്നത് അതിനിഷ്ടമാണ്, അപ്പോൾ അത് കുടിക്കാറുണ്ട്. അങ്ങനെ കൈയോടെ തന്നെ സുക്രുവിന് അത് കൊണ്ടുപോയി കൊടുത്തു. നല്ല ചൂടി തന്നെ കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് അത് ഊതി ഊതി ഇങ്ങനെ പാല് ആ ഒരു സ്പൂണിലെടുത്ത് കുടിക്കുന്നതാണ് ഇഷ്ടം, ഓരോരോ ഇഷ്ടങ്ങളെ. അങ്ങനെ അതിന് ശേഷം എന്ത് ചെയ്തു, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഓ അമ്മീ ചോക്കോസ് കൊണ്ടുവന്നു എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ സുക്രുവിന് എന്തുട്ടാ വെള്ളം എടുത്ത് വയ്ക്കണം. അപ്പോഴേക്കും സുധിച്ചേട്ടൻ അവിടെ റെഡിപെടി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചായ ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ചായ രണ്ടുപേർക്ക് നിർബന്ധമാണ്. അങ്ങനെ എന്തുട്ടാ ചായയൊക്കെ തിളപ്പിച്ചു, ബാഗിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു ഗ്ലാസ് അതേപോലെ ഉണ്ടായിരുന്നത് തുമ്പി പൊട്ടിച്ചതാണ്. അതേപോലത്തെ ഗ്ലാസ് എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ കപ്പ് മോഡൽ ചില ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം സുചേട്ടൻ അവിടെ നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, ദൃശ്യേ പാത്രത്തിൽ വെളുത്തുള്ളി അച്ചാർ ഇട്ടോളാൻ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു കേട്ടോ. ദോശ കൂട്ടിയാലും ചപ്പാത്തി എന്തായാലും അച്ചാറും പപ്പടവും മെയിനാണ് കേട്ടോ. പപ്പടമൊക്കെ കൂട്ടി ആരെങ്കിലും ദോശ തിട്ടോ, ഞങ്ങൾ തിന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞാൻ ഇച്ചിരി ബീഫും ഇച്ചിരി ദോശയും കൂടി എടുത്തിട്ട് തിന്നാണ്. ഒരു ദോശ എടുത്തുള്ളൂ കേട്ടോ, ഒരെണ്ണം തന്നെ ധാരാളമാണ്. ഞാൻ ഒരു പ്രാവശ്യം തിന്നുമ്പോൾ വയറ് നിറച്ച് തിന്നില്ല കേട്ടോ, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് മതിയാവും. പക്ഷേ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് വിശക്കും. അങ്ങനെ അപ്പം കുറച്ചിട്ടാണ് തിന്നുന്നത്. അപ്പം ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ തിന്നുന്നുണ്ടെന്ന്, കുറച്ചേ തിന്നുള്ളൂ. ഞാൻ ഒരു ദോശയൊക്കെ തിന്നാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്വിച്ചാണ് എന്തോ പറഞ്ഞു, എന്തുട്ടാന്ന് എനിക്കൊരു പിടുത്തൂല. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞാൻ എന്തോ തിരിച്ചും പറയുന്നുണ്ട്. അപ്പം അതൊക്കെ തിന്നതിന് ശേഷം അച്ഛനും മോനും കൂടെ പോവുകയാണ് കേട്ടോ. അതൊരു ധൃതിയായിട്ട് പോക്കാണ് കേട്ടോ, കാരണം സുക്രു എന്ത് പറഞ്ഞിട്ടും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്ത് കിടന്നതിൻ്റെ സംഭവങ്ങളായിട്ട് ഞാൻ അകത്തോട്ട് പോവാണ്. അങ്ങനെ സുക്രുമണി പോയി, സുധിച്ചേട്ടൻ പോയിട്ടാ. എന്തുട്ടാ ഇന്നലെ ഞാനേ സോഫയുടെ അടിയൊക്കെ ഞാൻ ഇന്നലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഫയുടെ അടി കിടന്നിരുന്ന സംഭവങ്ങളാണ്, അപ്പോൾ പൊടി പിടിച്ച് കിടക്കണമായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കഴുകി ഇന്നലെ ഉണക്കാനിട്ടതായിരുന്നു. അപ്പം അത് കൊട്ടയിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ രാവിലെ തിന്ന കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെന്തുട്ടാ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇനി പണികളൊന്നുമില്ല, കറികളൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ വിരിച്ച് ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്തുട്ടാ അലക്കിയിട്ടിട്ടുണ്ട്, അലക്കിയിട്ടത് ഇനി വിരിക്കാനുണ്ട്, അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പം എൻ്റെ തണ്ടൽ വേദന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം മാറി മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഇപ്പം കഴുകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു നേരെ കഴുകിയിരുന്നുള്ളൂ കേട്ടോ, ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാനായിട്ട് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തുട്ടാ അങ്ങനെ അപ്പം കഴുകി വെച്ച് എൻ്റെ ഒരുമാതിരി പണികളൊക്കെ തീർത്ത് ഞാൻ അടുക്കള വിടാണേ. അങ്ങനെ നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി കാണിക്കത്തക്ക കുറച്ച് ഒരു കാര്യങ്ങളും ഇല്ല, പ്രത്യേകിച്ചൊരു കാര്യങ്ങളില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടല്ലോ, കുന്നത്ത് ശിവക്ഷേത്രം ഉണ്ട്. അപ്പോൾ അവിടെ ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രസാദൂട്ട് നടത്തുന്നുണ്ട്. ഞാൻ ഇന്നായിട്ട് അറിഞ്ഞത്. അങ്ങനെ ഇന്നലെ സൂചന ഉണ്ടായിരുന്നില്ല, പോയി ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിജയനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അവൾ വരാണെങ്കിൽ പോയി കഴിക്കണം. പായസമൊക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടത്. എനിക്കിഷ്ടമാണ് പായസം കൂട്ടി പഴം പായസമായിട്ട് സദ്യ ഉണ്ടാകാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പായസമാണ് മെയിൻ, ചോറ് അധികം അങ്ങനെ എല്ലാ കറികളും കൂട്ടി തിന്നൂല്ലെങ്കിലും പായസം അടിപൊളിയായിട്ട് തിന്നാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.